ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ടൂളാണ്. ടെക്സ്റ്റ് ടൂളും അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് സെറ്റ് ചെയ്യാണ്. ഫ്രെയിം സെലക്ട് ചെയ്യുക, സൈസ് സെറ്റ് ചെയ്യുക, 800 പിക്സൽ എടുത്തു. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യണം. ടെക്സ്റ്റ് ടൂളിന്റെ ഷോർട്ട് കട്ട് ടി ആണ്. ടി സെലക്ട് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്കത് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ടെക്മോങ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്തു, അത് കാണുന്നില്ല. അപ്പം നമുക്ക് അതിന്റെ സൈസ് കൂട്ടാം. സൈസ് കൂട്ടണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡോട്ട്, കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം അത് സൈസ് കൂടി വരുന്നത് കാണാം. ഇതല്ലാതെ നമുക്ക് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഓപ്ഷൻസ് കാണാം. അവിടെ ഫോണ്ട്, ഫസ്റ്റ് നമുക്ക് ഫോണ്ട് നോക്കാം. ഇൻട്ര എന്ന ഫോണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം മുഴുവൻ ഫോണ്ടും നമുക്ക് കാണാം. ഫിഗ്മയിൽ ഉള്ള എല്ലാ ഫോണ്ടുകളും നമുക്ക് കാണാം. നമുക്കിത് ജസ്റ്റ് ഓരോ ഫോണ്ടിന്റെ മുകളിൽ കൂടെ ഹോവർ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ഫോണ്ട് ചേഞ്ച് ആവുന്നത് കാണാം. നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഇംപ്രിമ എന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടി സൈസ് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് കുറെ സൈസുകൾ ഉണ്ട്. ഞാൻ 96 കൊടുത്തു. അപ്പോൾ ഇത് പുറത്തേക്ക് പോയി. അപ്പോൾ ഇതിന്റെ പൊസിഷൻ ഇപ്പം കറക്റ്റ് സെന്റർ, ഈ ഒരു ഫ്രെയിമിന്റെ കറക്റ്റ് സെന്ററിൽ ആക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ അലൈൻമെന്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അലൈൻ ഹൊറിസോണ്ടൽ സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടലി സെന്ററായി. പിന്നെ വെർട്ടിക്കലി സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സെന്ററിൽ വന്നു കിട്ടും. ഞാൻ ഇതിന്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. ഞാനിവിടെ കസ്റ്റമായിട്ട് 70 ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിന്റെ പൊസിഷൻ വീണ്ടും മാറി. അപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് സെന്റർ അലൈൻ ചെയ്യാം. ഇതിപ്പോ സെന്റർ അലൈൻ ആയി. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ സൂമിങ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, കൺട്രോള് പ്രസ് ചെയ്തിട്ട് മൗസ് സ്ക്രോൾ ചെയ്യാം. അപ്പം ഈ ഒരു ഫ്രെയിം സൂം ആവുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഈ ഒരു ക്യാൻവാസിന്റെ പുറത്തേക്ക് പോയി. അപ്പോൾ എനിക്കത് ഹാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്യിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെയും മൂവ് ചെയ്യിക്കാം. സ്പേസ് ബാർ പിടിക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഏത് പൊസിഷനിലേക്കാണോ വേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്റ്റ് സെന്റർ ആക്കി അതിനുശേഷം ഇതിന്റെ ഒരു ഫോണ്ട് വെയിറ്റ് കൂട്ടണം. ഫോണ്ട് വെയിറ്റ് കൂട്ടാൻ ഈ ഒരു ഫോണ്ടിൽ ആ ഒരു വെയിറ്റ്, ആ ഒരു ഇംപ്രിമ ഫോണ്ടിൽ ആ ഒരു വെയിറ്റ് ഇല്ല. നമുക്കത് ജസ്റ്റ് ഫോണ്ട് മാറ്റാൻ, ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ പോപ്പിൻസ് എന്നൊരു ഫോണ്ടിലേക്ക് മാറ്റാണ്. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാം, പോപ്പിൻസ് ഫോണ്ട് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു അലൈൻമെന്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്കതിന്റെ എല്ലാ വെയിറ്റും ട്രൈ ചെയ്യാം. ബോൾഡ്, എക്സ്ട്രാ ബോൾഡ്, ബ്ലാക്ക്, തിൻ, ഇറ്റാലിക്. ഞാൻ മീഡിയം ഫോണ്ട് ആക്കിയതിനു ശേഷം എനിക്ക് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഈ ലൈന്, ടെക്സ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം. അതിനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്, ലെറ്റർ സ്പേസിങ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൗണ്ട് ഇങ്ങനെ കൂട്ടിയും കുറച്ചും ചേഞ്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കസ്റ്റമായിട്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാനിത് ഒരു 1 കൊടുത്തു. അല്ലെങ്കിൽ മൈനസിലേക്ക് പോകാം, -2 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ആ ഒരു ലെറ്റർ സ്പേസിങ് അവിടെ കറക്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ആണെങ്കിൽ എന്ത് ചെയ്യാം,
ഒന്നുകിൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി അടിക്കുക. കൺട്രോൾ സി അടിച്ചതിന് ശേഷം കൺട്രോൾ വി അടിക്കുക. അപ്പം ആ ടെക്സ്റ്റ് ആ ഒരു ഫ്രെയിമിൽ കോപ്പി ആയിട്ടുണ്ട്. നമുക്കത് ലെഫ്റ്റ് സൈഡിൽ ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് 2 മതി. ഞാൻ ആദ്യത്തെ 3ാമത് ക്രിയേറ്റ് ചെയ്തത് ഡിലീറ്റ് ചെയ്തു. 2ാമത്തത് സെലക്ട് ചെയ്തു. അതിന്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്, 30 ആക്കി. 30 ആക്കിയതിനു ശേഷം ഇതിന്റെ അലൈൻമെന്റ് ലെഫ്റ്റിലേക്ക് മാറി. എനിക്കിത് കറക്റ്റ് ഇതിന്റെ സെന്റർ കിട്ടണം. എന്ത് ചെയ്യാം, ടെക്നോളജി മീഡിയ എന്നുള്ളത് നമുക്ക് ക്യാപ്ഷനിലേക്ക് മാറ്റാം. യൂട്യൂബ് ചാനൽ ടൈപ്പ് ചെയ്തു. എനിക്കിത് കറക്റ്റ് ഇതിന്റെ സെന്ററിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അലൈൻ കറക്റ്റ് ചെയ്യാം. അലൈൻ കറക്റ്റ് ചെയ്തു, സ്പേസിങ് മുകളിലേക്ക് വെച്ചു. ഇങ്ങനെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് സ്പേസ്. ഇപ്പം എനിക്ക് ഈ ടെക്മോങ്ക് മീഡിയ യൂട്യൂബ് ചാനൽ ഒരു 50 പിക്സലില് ഗ്യാപ്പിലാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന ടെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക്. 2 ടെക്സ്റ്റൂടെയും 2 ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനത് 50 കൊടുത്തു. അപ്പൊ 50 പിക്സൽ താഴേക്ക് വന്നു. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബൗണ്ടിങ് ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിന്റെ എഡ്ജ് വെച്ചിട്ടാണ് ഇത് അതിന്റെ സ്പേസ് കമ്പയർ ചെയ്യുന്നത്. നോക്കാം, ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ മുകളിലെ ഈ ബൗണ്ടിങ് ബോക്സ് ഉണ്ടല്ലോ, അതും ഇതിന്റെ ബൗണ്ടിങ് ബോക്സ് തമ്മിലുള്ള ഗ്യാപ്പാണ് ശരിക്കും ഇവിടെ നമ്മളിപ്പം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞത്. അപ്പം എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് ടെക്സ്റ്റ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടുന്ന് മുതലുള്ളത് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ഈ ബൗണ്ടിങ് ബോക്സിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വെർട്ടിക്കൽ ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വെർട്ടിക്കൽ ട്രിമ്മില് ക്യാപ് ഹൈറ്റ് ടു ബേസ് ലൈൻ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, അതിന്റെ ബൗണ്ടിങ് ബോക്സ് ടെക്സ്റ്റിന്റെ അതേ സൈസിലേക്ക് മാറി. അതേപോലെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് എഴുതിയ ടെക്സ്റ്റിന്റെയും ആ ഒരു ബൗണ്ടിങ് ബോക്സ് ചെറുതാക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ 2 ലെയറും സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു നമ്മൾ നേരത്തെ 50 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ബൗണ്ടിങ് ബോക്സ് പോയതിനു ശേഷം അത് 90 ആയി മാറി. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 90 ആയി മാറി. അപ്പം അത് എന്ത് ചെയ്യാം, നമുക്ക് 50 ആക്കി കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റ് അത് പ്ലേസ് ആയി. ഈ ഒരു നിങ്ങൾക്ക് കാണാം, 2 ലെയറും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നടുവിലൊരു പിങ്ക് കളർ അവിടെ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും. നമുക്ക് കസ്റ്റമായിട്ട് റൈറ്റ് സൈഡ് പാനൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് തന്നെ നമുക്കത് ജസ്റ്റ് ആ ഒരു ലൈനിന്റെ മുകളിൽ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്കും താഴേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കതിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന്റെ ടെക്മോങ്ക് മീഡിയ എന്ന് എഴുതിയതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ, ഇതൊക്കെ സിമ്പിൾ ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ഷേപ്പിന്റെ കളർ മാറ്റിയതുപോലെ നമുക്ക് ഇങ്ങനെ കളർ മാറ്റാം. ഓക്കെ, പിന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത് ടെക്മോങ്ക് മീഡിയ എന്ന് എഴുതിയതിന്റെ കറക്റ്റ് അലൈൻമെന്റിൽ ലെഫ്റ്റ് സൈഡിൽ കിട്ടണം. അപ്പൊ എന്താ ചെയ്യാം, ഈ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് എഴുതിയത് സെലക്ട് ചെയ്യുക. ടെക്മോങ്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് ലെയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒന്നുകിൽ ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓരോ ലെയർ ആയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇവിടെ അലൈൻ ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. കണ്ടോ, കറക്റ്റ് അത് അലൈൻമെന്റ് കറക്റ്റായി വന്നുണ്ടോ. അതേപോലെ എനിക്ക് റൈറ്റിലാണ് വേണ്ടെങ്കിൽ റൈറ്റിൽ അലൈൻ ചെയ്തു, സെന്ററിലാണ് വേണ്ടെങ്കിൽ സെന്റർ അലൈൻ ചെയ്തു. ഇതിപ്പം നമ്മൾ 2 ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ അലൈൻമെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാണ്, ഒരു ഗ്രേ കളർ ആക്കി. ഒന്നുകൂടെ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 2 ലെയറും സെലക്ട് ചെയ്യുക, ഗ്യാപ്പ് കുറച്ചു. ഓക്കെ, ഇനി 2 ലെയറും ഒരേ ടൈമിൽ മൂവ് ചെയ്യിക്കണം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. 2 ലെയറും സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി അടിക്കുക,
സംഭവം ഗ്രൂപ്പായി. ഓക്കെ, എനിക്കതിന് പേര് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം, ലെയറിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന് പേര് കൊടുക്കാം. ചാനൽ നെയിം കൊടുത്തു. ഓക്കെ, ഇനി ഇത് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടാണ് അലൈൻ ആവുക. നോക്കാം, ഇതിപ്പം കറക്റ്റ് സെന്ററായി. ടോപ്പിലാണ് വരേണ്ടതെങ്കിൽ അലൈൻ ടോപ്പ് കൊടുക്കാം, ബോട്ടം ആണെങ്കിൽ ബോട്ടം, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, സെന്റർ സെന്റർ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റ് എടുത്തു, ക്ലിക്ക് ചെയ്തു. ഞാൻ കുറച്ച് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തപ്പം ഫ്രെയിമിന്റെ പുറത്തേക്ക് ടെക്സ്റ്റ് പോയി. അപ്പോൾ ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൗസ് സ്ക്രോൾ ചെയ്തു, ഓപ്പോസിറ്റ് സ്ക്രോൾ ചെയ്ത സമയത്ത് അത് സൂം ഔട്ടായി. പിന്നെ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം അല്ലേ, ഇങ്ങനെ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് സ്പേസ് ബാർ ഒക്കെ മൂവ് ചെയ്തിട്ട് ഫ്രെയിം കാണുന്ന രീതിയിലാക്കിയതിനു ശേഷം വേണം എനിക്കത് ചെറുതാക്കി എടുക്കാൻ. അപ്പൊ അങ്ങനെ ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. കണ്ടോ, ഇനി നമ്മൾ എത്ര ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്താലും ആ ഒരു വിഡ്ത്തിന്റെ ഉള്ളിലാണ് ആ കണ്ടന്റ് പ്ലേസ് ആയി നിൽക്കും. ഞാൻ പ്ലേസ് ചെയ്ത് കണ്ടോ, ടെക്സ്റ്റ് കറക്റ്റ് ആ ഒരു വിഡ്ത്തിൽ സെറ്റായി നിൽക്കുന്നു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം സോൾവ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ സൈസ് കുറയ്ക്കാം. ഞാനൊരു 14 പിക്സലാക്കി. അപ്പോൾ ഇത് ലെഫ്റ്റ് അലൈൻ ആണ്. അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് അലൈൻ സെന്റർ ആക്കി. ഇപ്പം കണ്ടോ, ഈ ഒരു ബൗണ്ടിങ് ബോക്സ് ടെക്സ്റ്റ് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തപ്പോൾ കിട്ടിയത് ഹൈറ്റ് ആണ്. അതെങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ഹൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. ഓട്ടോ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത് എത്രയാണോ കണ്ടന്റ് ഉള്ളത് ആ ഒരു ഹൈറ്റിലേക്ക് ആ ഫ്രെയിം ചുരുങ്ങി. ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ, എൻ്റർ അടിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു കണ്ടന്റിനനുസരിച്ച് അതിന്റെ ഹൈറ്റ് ഇൻക്രീസ് ആവുന്നത് കാണും. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിന്റെ കളറ് ചെറുതായിട്ട് കുറച്ചു. ഇനിയിപ്പം കണ്ടോ, ഇതിപ്പം 2 ലെയർ ആയിട്ടാണ്. നമ്മൾ നേരത്തെ ലെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് നേരത്തെ അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്. ഇതിപ്പോൾ രണ്ടും അൺഗ്രൂപ്പായി. എനിക്കിപ്പോൾ ഇത് 3 ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ 3 സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി അടിക്കുക, എന്നിട്ട് പൊസിഷൻ കറക്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ പാരഗ്രാഫിന്റെ ലൈൻ ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, ഇവിടെ നമുക്ക് ലൈൻ ഹൈറ്റ് ഓപ്ഷൻ കാണാം. സെലക്ട് ചെയ്തു, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, അതിൽ ഞാൻ ഒരു 26 കൊടുത്തു, എൻ്റർ കൊടുത്തു. കണ്ടോ, ലൈൻ ഹൈറ്റ് കൂടിയത് കണ്ടോ. ഞാൻ ഒരു 30 കൊടുത്താൽ ഇനിയും കൂടും. നമുക്കത് ഒരു പെർസെൻറ്റേജിന് പകരം നമുക്ക് നമ്പറായി കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ നമുക്കത് 24ലേക്ക് വീണ്ടും മാറ്റി. ഓക്കെ, അതാണ് ലൈൻ ഹൈറ്റ്. ഇത് നമുക്ക് ഫോണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം ഗൂഗിൾ ഫോണ്ടാണ് യൂസ് ചെയ്തത്. ഗൂഗിൾ ഫോണ്ട് മീൻസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ഫോണ്ടുകൾ ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഫോണ്ട് സെലക്ട് ചെയ്തു. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഓൾ ഫോണ്ട്, ഇപ്പം കമ്പ്യൂട്ടറിൽ നമ്മളെ സിസ്റ്റത്തിലുള്ള ഫോണ്ടും അതേപോലെ ഗൂഗിൾ ഫോണ്ട് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് തരുന്നത്. എനിക്ക് വെറും ഗൂഗിൾ ഫോണ്ട് മാത്രം മതിയെങ്കിൽ ഗൂഗിൾ ഫോണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന മുഴുവനും ഗൂഗിൾ ഫോൺസ് ആണ്. ഓപ്പൻസ് ഒരു ഗൂഗിൾ ഫോണ്ടാണ്, നമുക്കത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ,
ഇതാണ് ടെക്സ്റ്റിലെ ബേസിക് സംഭവങ്ങൾ. നമുക്കിനി ഇത് ലിസ്റ്റ് ടൈപ്പ് എങ്ങനെ കിട്ടും നോക്കാം. ഞാൻ ഈ ഒരു പാരഗ്രാഫ് ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. എനിക്കിനി ഇത് ലിസ്റ്റ് ആക്കണം. നമ്മൾ ULLI ലിസ്റ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റ് പോയിന്റ് വെച്ചിട്ട്, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സെലക്ട് ചെയ്യുക, ഓപ്ഷൻസ്, ടൈപ്പ് സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ബുള്ളറ്റ് പോയിന്റ് ലിസ്റ്റ്, നമ്പർ ലിസ്റ്റ്, നമ്പർ ആണ് നമ്പർ, ബുള്ളറ്റ് ആണ് ബുള്ളറ്റ്. അതേപോലെ എനിക്ക് ഈ ടെക്മോങ്ക് മീഡിയ എന്ന എഴുതിയത് ക്യാപിറ്റൽ ആക്കണമെങ്കിൽ ടൈപ്പ് സെറ്റിംഗ്സിൽ ഓപ്ഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ, ടൈറ്റിൽ കേസ്, പിന്നെ നോർമലായിട്ട് നമ്മൾ ഏത് രീതിയിലാണ് ടൈപ്പ് ചെയ്തത് ആ ഒരു രീതി തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ആസ് ടൈപ്പ്ഡ്. ഓക്കെ. പിന്നെ അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, നണ്ണ് കൊടുത്തു, പഴയതുപോലെ തന്നെ ആക്കി. ഇനി ഞാൻ വേറെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ വേറൊരു സൈസിൽ, ഞാൻ 800 400 ഒരു ഫ്രെയിം സെറ്റ് ചെയ്തു. അതിൽ ഞാൻ വേറെ ഒരു ഫിഗ്മ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഫിഗ്മ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്തു, കറക്റ്റ് അലൈൻ ചെയ്തു. ഇനി പെട്ടെന്ന് തോന്നുകയാണ് എനിക്ക് ഞാൻ മുമ്പ് യൂസ് ചെയ്ത ഫ്രെയിമിലുണ്ടായിരുന്ന, ഡിസൈനിലുണ്ടായിരുന്ന അതേ സ്റ്റൈല്, ടൈറ്റിലിന്റെ അതേ സ്റ്റൈല് ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. പഴയ ഫ്രെയിമിൽ വന്നിട്ട് ടെക്മോങ്ക് മീഡിയ എന്നുള്ളത് ടെക്സ്റ്റ് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണാം. കോപ്പി പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. കോപ്പി പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഏത് ലെയറിനാണോ ആ ഒരു സ്റ്റൈൽ വരേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ പേസ്റ്റ് പ്രോപ്പർട്ടി ആണ്. കറക്റ്റ്ലി അത് നമ്മൾ മുമ്പ് യൂസ് ചെയ്ത അതേ സ്റ്റൈൽ നമുക്ക് കിട്ടും. ഇതല്ലാതെ മറ്റൊരു രീതിയിലും നമുക്കിത് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് സ്റ്റൈല് മാറ്റുകയാണ്. ഞാൻ വേറൊരു ഫോണ്ടിലേക്ക് മാറ്റുകയാണ്. ഞാൻ അഭയ എന്ന ഫോണ്ടിലേക്ക് മാറ്റി. അഭയ എന്ന ഫോണ്ടാണ്. ഞാൻ വേറെ ടൈപ്പ് ചെയ്തു. ഞാനിത് ഈ ഒരു ഫോണ്ടിൽ ചെയ്തു. ഇതിങ്ങനെയാണുള്ളത്. അപ്പം എനിക്ക് ഈ ഒരു സ്റ്റൈല് ഏത് സമയവും ഞാനിപ്പം ഈ ഒരു ഫ്രെയിമിൽ ഏത് ഫ്രെയിം എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്റ്റൈൽ എനിക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ കോപ്പി പേസ്റ്റിന് പകരം ഉള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തു വെച്ച സ്റ്റൈല് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഫിഗ്മ ട്യൂട്ടോറിയൽ സെലക്ട് ചെയ്തു. ഇവിടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് സ്റ്റൈൽ കാണാം. അവിടെ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം. ക്രിയേറ്റ് സ്റ്റൈൽ കൊടുത്തു. ക്രിയേറ്റ് സ്റ്റൈൽ കൊടുത്താൽ നമുക്ക് ആ സ്റ്റൈലിന് ഒരു പേര് കൊടുക്കാം. ഞാൻ ടൈറ്റിലിന് പേര് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ എന്താവട്ടെ, എന്തും കൊടുക്കാം. ഞാൻ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുത്തു. എനിക്ക് പെട്ടെന്ന് തോന്നാണ് ഈ ഒരു ടെക്സ്റ്റിന് നേരത്തെ കൊടുത്ത, നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റൈൽ കൊടുക്കണം. അപ്പം എന്ത് ചെയ്യാം, ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, നേരത്തെ അതേ ഓപ്ഷൻ സ്റ്റൈൽ എടുക്കുക, എന്നിട്ട് നമ്മൾ ടൈറ്റിൽ എന്ന ഓപ്ഷൻ 7D ആണ് അതിന്റെ ഫോണ്ട് സൈസ്, അത് സെലക്ട് ചെയ്യുക. കണ്ടോ, ഇപ്പൊ അത് കറക്റ്റ് ആ ഒരു ഫോണ്ടിന്റെ ആ ഒരു ഫോണ്ടും ആ ഒരു ഫോണ്ട് സൈസും ഒക്കെ വന്നു. കളർ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നാണ് ഈ ഒരു സ്റ്റൈല് വേണ്ട, എനിക്ക് ഈ ഒരു ഫോണ്ട് വേണ്ട, എനിക്ക് വേറെ ഏതെങ്കിലും ഫോണ്ട് മതി എന്ന്. അപ്പൊ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ കാണില്ല. കാരണം നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത സ്റ്റൈല് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഡിറ്റാച്ച് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡിറ്റാച്ച് സ്റ്റൈല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അതിന്റെ ഫോണ്ടും സൈസും ഒക്കെ മാറ്റാം. സ്റ്റൈലായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കത് വീണ്ടും കസ്റ്റമൈസ് ചെയ്യണം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ അത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരിക്കൽ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ആ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചേഞ്ച് ആവും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു, ബാക്കിലേക്ക് വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും ഈ രണ്ട് ടെക്സ്റ്റിനും സെയിം സ്റ്റൈലാണ്, സെയിം കളറാണ്. അപ്പം ഞാനത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ സേവ് ചെയ്ത് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതിന്റെ മുകളിൽ സ്റ്റൈലിന്റെ മുകളിൽ ടൈറ്റിലിനാണ് ഞാൻ പേര് കൊടുത്തത്. അത് സെലക്ട് ചെയ്തു, ടൈറ്റിലിന്റെ മുകളിലേക്ക് വന്നു. അവിടെ നമുക്ക് കാണാം റൈറ്റ് സൈഡിൽ എഡിറ്റ് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മൾ മുമ്പ് സേവ് ചെയ്ത ഫോണ്ടും അതിന്റെ സൈസൊക്കെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും അത് മാറും. കണ്ടില്ലേ, ഞാനിപ്പോൾ 30ലേക്ക് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് മാറി. ഇതിന്റെ ഉപയോഗം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പും വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ ഉപയോഗം വരിക. ഇതിപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ പിന്നീട് ആപ്പ് വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കതിന്റെ കൂടുതൽ ഉപയോഗം മനസ്സിലാവും.